10 വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു സംരംഭമായിരുന്നു. ഒരുപാട് പേരുടെ ഒരു തൊഴിലായിരുന്നു. ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു സംരംഭമായിരുന്നു. ഈ ഒരു സംരംഭം നവംബർ 8-ാം തീയതി കൺമുമ്പിൽ വെച്ച് കത്തി അമരുമ്പോൾ അതിലൂടെ കത്തി അമർന്നത് എൻ്റെ ഒരു തരി സ്വപ്നങ്ങളായിരുന്നു. പൊന്നിൽ ഒരു സംരംഭം പടുത്തുയർത്തി. വളർച്ചയുടെ ഘട്ടത്തിൽ അതിനെ അഗ്നിഗോളങ്ങൾ വിഴുങ്ങി. കരഞ്ഞിരിക്കാൻ ആ വനിത തയ്യാറായില്ല. ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്, തിരിച്ചുവരവിൻ്റെ കഥയാണ് ഷംല ഇസ്മായിൽ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഈ വനിതാ ദിനത്തിൽ. അവരുടെ തിരിച്ചുവരവിൻ്റെ പുഞ്ചിരിയുടെ കാലഘട്ടത്തിലൂടെ. വലിയൊരു സംരംഭം തുടങ്ങി, നനച്ചിരിക്കാത്ത നേരത്ത് കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു അതിജീവനമാണ് എന്ന് തോന്നുന്നു ഈ നിമിഷത്തിൽ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 10 വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയൊരു സംരംഭമായിരുന്നു. ഒരുപാട് പേരുടെ ഒരു തൊഴിലായിരുന്നു. ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു സംരംഭമായിരുന്നു. ഈ ഒരു സംരംഭം നവംബർ 8-ാം തീയതി കൺമുമ്പിൽ വെച്ച് കത്തി അമരുമ്പോൾ അതിലൂടെ കത്തി അമർന്നത് എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. അതിലൂടെ തളർന്ന് ഒരു മാസത്തോളം അത് ആ ഒരു മനസ്സിലേക്ക് കയറാൻ തന്നെ കഴിയുന്നില്ല. അങ്ങനെയില്ല, സ്വപ്നത്തിലാണെന്ന് തന്നെയാണ് മനസ്സിനെ വിശ്വസിക്കുന്നത്. പക്ഷെ അതിലേക്ക് അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഒരു മാസം പിടിച്ചു. അതിൽ നിന്നും എന്താ പറയുക, 4 മാസം എന്ന് പറഞ്ഞത് എനിക്ക് 4 വർഷങ്ങളത്തോളം നീണ്ട ഒരു കാലാവധി പോലെ എനിക്ക് തോന്നിയത്. എന്നാലും എന്താ പറയുക, ഒരു മുഖാമുഖം പരിപാടിയിൽ ഗോവിന്ദമാഷ കാണുകയും എൻ്റെ സങ്കടങ്ങൾ ഒട്ടും മടിക്കാതെ എണീച്ച് നിന്ന് പറയുകയും തുടർന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് അതിനുള്ളൊരു പ്രതിവിധി അവിടെ നിന്ന് കിട്ടുകയും, മോളെ നീ കരയില്ലേ, ധൈര്യമായിട്ട് നിൽക്ക്, നിന്റെ സംരംഭം നിനക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നൊരു വാക്കുകൾ 4 മാസം കൊണ്ട് കേൾക്കുകയും ചെയ്തപ്പോൾ എന്താ പറയുക, ഒരു സംരംഭക അതിലുപരി ഒരു വനിത, അതുപോലെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് ഉള്ളത്. അത് വാക്കുകൾ കൊണ്ട് ഒതുങ്ങില്ല. അത് അപ്പം ഈ ഒരു വനിതാ ദിനത്തിൽ തീർച്ചയായിട്ടും ഏത് വനിതകളെക്കാട്ടിയും കൂടുതൽ സന്തോഷത്തിലും അതിലുപരി അഭിമാനത്തോടു കൂടി ഈ ഒരു എൻ്റെ ഒരു സംരംഭത്തിൽ തന്നെ എനിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗോവിന്ദൻ മാഷും സർക്കാരിൻ്റെ രാജീവ് മിനിസ്റ്റർ, CPM-ന്റെ നേതാവായ റഫീഖ് സാറ് ഓരൊക്കെ ഇടപെടൽ കൊണ്ടും അതിവേഗമുള്ള ഒരു സഹായത്തിൻ്റെ ലഭ്യത വ്യക്തമാക്കി കൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു വനിതാ ദിനത്താകുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായിട്ട് എൻ്റെ ആദ്യത്തേനെക്കാട്ടിയും ഉഷാറിൽ എനിക്ക് ഈ ഒരു സന്തോഷത്തോടെ ഈ സംരംഭത്തിലേക്ക് കയറാൻ എനിക്ക് സാധിച്ചത്. നന്ദി പറഞ്ഞാൽ അത് വാക്കുകൾ ഒതുങ്ങുന്ന ചെറിയൊരു കാര്യവും വാക്കുകളില്ല, അത്രയും എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും ഒരുപാട് പേരിലേക്ക് വർക്ക് എത്തിക്കുന്നതും. എന്താ പറയുക, ഒരുപാട് പേര് ഈ ഒരു സംരംഭം ഇനാഗ്രേഷൻ ചെയ്തപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് നിന്നും സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഈ ഒരു സംരംഭം വീണ്ടും പുനരാരംഭിക്കാൻ എന്നെ സഹായിച്ച സർക്കാരിന് വേണ്ടിയിട്ട് ഈ വനിതാ ദിനത്തിൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും സംരംഭം കൊടുക്കുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു കമ്പനിയാണ്. അത് നമുക്ക് ജാതി ഭേദമന്യേ ഇല്ലാതെ, പ്രായമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പിന്നെ ബേഡ്സ് ബാധിച്ച കുട്ടികളായിക്കോട്ടെ, അങ്ങനെ ആർക്കും എനിക്കൊരു വരുമാനം വേണം, ഒരു ദിവസം 1000 രൂപ മുതൽ എത്രത്തോളം സമ്പാദിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള ഒരു ആർക്ക് പോലും കടന്നു വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്ക് ഈ വനിതാ ദിനത്തിൽ ഞാൻ പിന്നെ ലോഞ്ചിങ് ചെയ്യുകയാണ്. അപ്പോൾ ആർക്കും എൻ്റെ പേജുണ്ട് ഷംല ഇസ്മായിൽ എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, അതിലേക്ക് അവരെ ഫോൺ നമ്പർ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ അവരെ കോൾ ചെയ്തിട്ട് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് 1 രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെയാണ് ഈ ഒരു ബിസിനസ് കേരളത്തിലെ മുഴുവൻ ആൾക്കാരിലേക്കും നമ്മൾ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ വകയിൽ വനിതാ ദിനത്തിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഏതായാലും കരഞ്ഞിരിക്കുന്ന ഷംലയെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ പുഞ്ചിരി തൂക്കി സന്തോഷത്തോടു കൂടി ആ സംരംഭം വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആഹ്ലാദം ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഇനിയും തുടരട്ടെ. ഒട്ടനവധി പേർക്ക് ഇവിടെ തൊഴിൽ നൽകുന്നുണ്ട്, പുതിയ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഒരു വിജയത്തിൻ്റെ നാളുകൾ ഷംലയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്.